ഇപ്പം ഇത് 7 വയസ്സായി. ഇത്രയും പല്ലുണ്ട്. ഇപ്പോൾ എത്ര 7-8 പല്ലുണ്ടാവും. ഇതുപോലത്തെ ഒരു വളയുണ്ടാവും. ഇതിപ്പോൾ ആദ്യത്തെ പ്രസവത്തിൻ്റെ വളയാണ്. അതിൻ്റെ മുടിയുടെ താഴേക്ക് നോക്കി രണ്ടാമത്തെ ഉണ്ടാവും, മൂന്നാമത്തെ ആവണുള്ളൂ. വളർന്നു വരുമ്പോൾ 4ാമത്തെ പ്രസവം കഴിയുമ്പോൾ 3ാമത്തെ ആ വളയം മുകളിലേക്ക് വന്നിട്ടുണ്ടാവും. ദിവസവും മൂക്കിൽ ഒരു 3-4 തുള്ളി, കൊച്ചുകുട്ടികളാണെങ്കിൽ 2 തുള്ളി, സാമാന്യമായി പ്രായമുള്ള ആളുകൾക്കൊരു 4 തുള്ളി ഒഴിച്ചിട്ട് മലർന്നൊരു 10 മിനിറ്റ് കിടക്കുക. ഈ കഴുത്തിന് മുകളിലേക്കുള്ള ENT. നിങ്ങളൊരു നാടൻ പശുവിനെ വളർത്താൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നാടൻ പശുവിനെ വളർത്താൻ ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ കൂടെയുള്ള സുരേഷ് ചേട്ടനാട്ടോ. ചേട്ടൻ ഇവിടെ നിൽപ്പുണ്ട്, നമുക്ക് കാണാം കേട്ടോ. ചേട്ടൻ്റെ പശുക്കളെ ഒന്ന് പരിചയപ്പെടാം നമുക്ക്. എനിക്ക് നേരത്തെ 10-18 പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 പശുക്കൾ അതിൻ്റെ കിടാക്കളാണുള്ളത്. നാടൻ പശുവാണ്. നമ്മുടെ ഇത് ഏതിനാ ശരിക്കും പറഞ്ഞ? ഇത് ഇനം പറയുകയാണെങ്കിൽ ഓങ്കോളത്താണ് അതിന് കൂടുതലുള്ള. ഒരു പ്യുവർ ഇനം പറയാൻ പറ്റില്ല, എങ്കിലും നാടനാണ്. നാടന്മാരുടെ സങ്കരമാണ്. ഓങ്കോള് ആന്ധ്രയിലെ ഓങ്കോൾ എന്ന് പറഞ്ഞൊരു ജില്ലയുണ്ടല്ലോ, മറ്റേ തിരുപ്പതിയുടെയൊക്കെ ഇപ്പുറമുള്ള പുങ്ങാനൂരും ഓങ്കോളും ഒക്കെ അടുത്തടുത്ത ജില്ലകളാണ്. അപ്പോൾ പുങ്ങാനൂർ അതിൻ്റെ മിനിയേച്ചർ ടൈപ്പാണ് ഓങ്കോളിൻ്റെ. ഓങ്കോൾ അതിൻ്റെ വലിയ ടൈപ്പ്, പുങ്ങാനൂരിൻ്റെ വലിയ ടൈപ്പാണ്. ഇതിന് ഒരു 3 ലിറ്റർ പാലൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. രണ്ടും ചേച്ചി അനീതിയാണ്. അത് അനീതിയാണ്, ഇത് ചേച്ചിയാണ്. ഈ കുട്ടി ഇതിൻ്റെ കുട്ടിയാണ്. അത് പുങ്ങാനൂർ കുത്തിവെച്ചുണ്ടായതാണ്. ഇതെന്താന്ന് പറഞ്ഞാൽ ഒന്നിനും പ്യൂരിറ്റി ഇല്ല എന്നുള്ളൊരു ദോഷം നമുക്ക് ഉണ്ട്. അതായത് കേരളത്തിൽ ഇപ്പം അങ്ങനെ ഒരു ദേശീയ ബ്രീഡുകളെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ തനത് ബ്രീഡുകളെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മേഖല വളരെ കുറവാണ്. ഇപ്പോൾ പുങ്ങാനൂരിൻ്റെ സെമൺ അവൈലബിൾ ആണ്. അതുകൊണ്ട് എല്ലാവർക്കും പുങ്ങാനൂർ ഒരു മിനിയേച്ചർ ഇതാണ്. കൗതുകം കൂടുതലുള്ളതുകൊണ്ട് എല്ലാവരും ഈ സെമൺ എല്ലാത്തിലും കുത്തിവയ്ക്കും. അത് വെച്ചൂരിലും കുത്തിവയ്ക്കും, കാസർഗോഡിലും കുത്തിവയ്ക്കും, എല്ലാത്തിലും കുത്തിവെച്ചിട്ട് ഇപ്പോൾ പുങ്ങാനൂരിൻ്റെ ക്രോസ് ബ്രീഡാണ് അധികം. ഞാൻ 2008 ആദ്യമായിട്ടൊരു പശുവിനെ വാങ്ങിയത്. അന്ന് അത് ഒരു പശു ഉണ്ടായ, പിന്നെ അതിൻ്റെ കിടാക്കളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായി. അത് വെച്ചൂരായിരുന്നു. വെച്ചൂരും കാസർഗോഡും ചേർന്നായിരുന്നു. വെച്ചൂരെന്ന് പറയുമായിരുന്നു, പക്ഷെ അതായിരുന്നില്ല, രണ്ടും ചേർന്നായിരുന്നു. അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ആയി 10-18 കുഞ്ഞുങ്ങളൊക്കെ ആയി. അപ്പോൾ എനിക്കിതെല്ലാം കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാണ്ട് എനിക്ക് ആവശ്യത്തിനൊരു ചെറിയ പശു മതി, എൻ്റെ വീട്ടാവശ്യത്തിന് മതി, നാട്ടുകാരെ മുഴുവൻ പാൽ കുടിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല എന്നൊരു ഫീൽ വന്നു. പാല് സെയിലുണ്ടായിരുന്നു. മോര്, പാല്, നെയ്യ് ആണ് ഞാൻ മെയിനായിട്ട് കൈകാര്യം ചെയ്തിരുന്നത്. ഈ നാടൻ പശുവിന് നമ്മൾ A2 A1 എന്നൊക്കെ പറഞ്ഞൊരു ഇതൊക്കെ പറയണ്ടേ, പക്ഷേ A2 മിൽക്കാന്ന് പറയണേ. അത് സ്വിറ്റ്സർലൻഡിലൊരു കമ്പനിക്കാർ അവരുടെ പാലിൻ്റെ ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു കള്ളക്കഥയാണെന്നും ഇപ്പോൾ ഉള്ള പല ആളുകളും പറയുന്നുണ്ട്. പക്ഷെ എന്തായാലും ഈ പശുവിൻ്റെ പാലിന് മറ്റേ പശുവിൻ്റെ പാലിനേക്കാളും വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ലാഭമേ നമ്മളത് കൃത്യമായിട്ട് എഴുതി വച്ചിട്ടില്ലെങ്കിലും എനിക്കത് നഷ്ടമൊന്നും ആയിരുന്നില്ല. പിന്നെ അന്ന് ഞാൻ ഈ പശുവിനെ രാവിലെ തന്നെ കറവയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പാടത്തേക്ക് അയച്ചു വിട്ട് കൊണ്ടുപോയിട്ട് അവിടെ എവിടെയെങ്കിലുമൊക്കെ കെട്ടിയിടും, അല്ലെങ്കിൽ ആരെങ്കിലും നിർത്തിയിട്ട് അയച്ചു വിട്ട് തീറ്റുമൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്കത് നഷ്ടമായിരുന്നില്ല. പിന്നെ അന്ന് എനിക്കൊരു പണിക്കാരനുണ്ടായിരുന്നു. ഇപ്പോൾ പണിക്കാരൻ പോയി, ഒരു ഹിന്ദിക്കാരനാണ് ഉണ്ടായിരുന്നത്. ഒന്നല്ല, കുറച്ച് പണിക്കാരുണ്ടായി പല കാര്യങ്ങളായിട്ട്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ ഇല്ല, പണിക്കാരനില്ല. പണിക്കാരനെ മെയിൻറ്റെയിൻ ചെയ്യലൊക്കെ ബുദ്ധിമുട്ടാണ്. 1 ലിറ്റർ പാലിന് 100 രൂപയ്ക്കാണ് അന്ന് വിറ്റായിരുന്നത്. ഇപ്പോൾ അത് കൂടുതൽ 100-120 ഉണ്ടാവുമായിരിക്കും. അതുണ്ടായിരിക്കും. ഞാനിപ്പോഴും 100 രൂപയ്ക്ക് തന്നെ കൊടുക്കണത്. അന്നും 100 രൂപ. 2008-10 കാലഘട്ടത്തിൽ ഞാൻ 100 രൂപയ്ക്ക് കൊടുത്തു. ഇപ്പോഴും 100 രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കണേ. ഇപ്പം അധികം പാല് വിൽപ്പന ഇല്ല. പിന്നെ അതിൽ കൂടുതൽ എനിക്ക് വന്ന ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പാല് കൊടുക്കുമ്പോൾ ആളുകൾക്ക് ഈ പാലിൻ്റെ ഗുണത്തെക്കുറിച്ചൊന്നും വലിയ ബോധമില്ല. എന്നാൽ ബോധമുള്ള കുറച്ച് ആളുകളുണ്ട്. മോരും പാലും ഒക്കെ ഇത് കൊണ്ടുപോയിട്ട് ടേസ്റ്റ് വ്യത്യാസമുണ്ട്, കൂടുതൽ ഗുണമുണ്ട്. പക്ഷേ ബേസിക്കലി പാല് കുടിച്ചാൽ കഫം കൂടും. മോര് കുടിച്ചാൽ കുഴപ്പമില്ല. പാലല്ല ഉപയോഗിക്കേണ്ടത്, മോരായിട്ടും നെയ്യുമായിട്ടാണ് നമ്മൾ അധികം ഉപയോഗിക്കേണ്ടത്. പാലൊരു ചെറിയ അളവിലൊക്കെ ഉപയോഗിക്കുക. ഒരു ദിവസം ഒരു 100 മില്ലി 200 മില്ലി വരെയൊക്കെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അതിൽ കൂടുതൽ ഡയറക്റ്റ് പാൽ ഉപയോഗിച്ചാൽ കഫക്കെട്ട് കൂടുള്ളൂ. കാരണം ഇത് നമുക്കുള്ള
ബ്രസ്റ്റ് മിൽക്ക് പോലുള്ള മിൽക്കല്ലല്ലോ. അപ്പോൾ അതിലുള്ള മോളിക്യൂൾസിൻ്റെ വ്യത്യാസമുണ്ട്. അതിനെ ദഹിപ്പിക്കാൻ ശരീരം എടുക്കുന്ന ഒരു ആയാസമുണ്ട്. എൻ്റെ കുള്ളം പശു ആണെന്നുണ്ടെങ്കിലുള്ള ഗുണം, ഈ നാടൻ പശുവിൽ തന്നെ കുള്ളം പശുവിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി വെയ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഇനം ആ രീതിയിലുള്ള മൃഗങ്ങളുടെ പാല ഉപയോഗിക്കണമെങ്കിൽ, പാട്ടുംപാലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ദഹിക്കും. കാരണം ആട് ചെറുതാണ്, നമ്മുടെ വലിപ്പത്തോട് ചേർന്ന് നിൽക്കും. വലിയ പശുവിൻ്റെ പാല് ഒക്കെ ആകുമ്പോൾ, ഇപ്പോൾ ആനയുടെ പാലാകുമ്പോൾ ആനയുടെ കുഞ്ഞിനനുസരിച്ചുള്ള സ്ട്രക്ചറാണ് അതിലുണ്ടാവുക. ആ പാല് വേറെ ജീവികൾ ഉപയോഗിച്ചാൽ അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകൾ അതിനുണ്ടാവും. ഇപ്പോൾ ഒട്ടകത്തിൻ്റെ പാൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒട്ടകത്തിൻ്റെ നാട്ടിൽ ആ മരുഭൂമിയിൽ ജീവിക്കുന്ന ജീവിയാണ്, അവിടുത്തെ ആവാസ വ്യവസ്ഥയിലനുസരിച്ചുള്ള ആളുകൾ ഉപയോഗിച്ചാൽ ഒരു പരിധി വരെയൊക്കെ പോകും. എങ്കിലും ഒട്ടകത്തിൻ്റെ അത്രയും റേഞ്ചിലില്ലാത്ത ആരോഗ്യം ഇല്ലാത്തവർക്ക് ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതിൻ്റെ പ്രത്യാഘാതങ്ങളാണ്. പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ പാലുണ്ട്. പക്ഷെ നമ്മൾ സെലക്റ്റീവായിട്ട് ചിലതിൻ്റെ പാൽ മാത്രം ഉപയോഗിക്കുന്നത് മനുഷ്യന് ഉപയോഗിക്കാവുന്ന മേഖലകളുമായിട്ടാണ്. ആ ഉപയോഗിക്കാവുന്നതിൽ മനുഷ്യനോട് ഭാരം കുറഞ്ഞ ജീവികളാണ് കുറച്ചുകൂടെ ആ പാല് നന്നായിരിക്കും. എന്നാൽ പോലും ആ പാല് നമ്മളൊരു 100 മില്ലിയൊക്കെ ഒരു ദിവസം ഉപയോഗിക്കാവുള്ളൂ പാലായിട്ട്. പക്ഷെ മോരായിട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം. മോരാകുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ മാറി, അതിൽ ബാക്ടീരിയകളുടെ രീതിയൊക്കെ മാറി, അത് നല്ലതുമാണ്. പിന്നെ നെയ്യ് നമ്മളിപ്പോൾ ഈ നെയ്യും പുറത്തിപ്പം മിൽമയുടെ അതുപോലെയൊക്കെയുള്ള നെയ്യുകൾ മേടിച്ച് കഴിഞ്ഞാൽ അത് തമ്മിൽ ശരിക്കും വ്യത്യാസമുണ്ട്. അതിൻ്റെ മണത്തിൽ വ്യത്യാസമുണ്ട്, നമ്മൾ ടേസ്റ്റ് ചെയ്യണതിൽ വ്യത്യാസമുണ്ട്. നമ്മൾ റെഗുലറായിട്ട് ഒരു നെയ്യ് എപ്പോഴും രാവിലെ ഉപയോഗിക്കണം എന്നറിയാം. രാവിലെ വെറും വയറ്റിൽ ഒരു 20 ഗ്രാം നെയ്യ് ഒരു 60-70 കിലോ വെയിറ്റുള്ള ഒരു മനുഷ്യൻ കഴിക്കുകയാണെങ്കിൽ അഗ്നി ദീപകമാണ്. അതായത് ജഠരാഗ്നി, ദഹനത്തിനുള്ള ചൂട്. അഗ്നി എന്ന് പറയുന്നത് ശരീരത്തിൽ പലതരം അഗ്നിയുണ്ട്, അതിൽ ദഹനത്തിന് ഏറ്റവും നല്ലതാണത്. അത് കൊളസ്ട്രോളോ ഡയബറ്റിക്കോ ഏത് തരത്തിലുള്ള ആളുകൾ അത് ഉപയോഗിച്ചാലും നെയ്യിന് ഗുണം ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ചെറിയ കുള്ളം പശുവിൻ്റെ നെയ്യ് ദിവസവും മൂക്കിൽ ഒരു 3-4 തുള്ളി, കൊച്ചുകുട്ടികളാണെങ്കിൽ 2 തുള്ളി, സാമാന്യമായി പ്രായമുള്ള ആളുകൾക്കൊരു 4 തുള്ളി ഒഴിച്ചിട്ട് മലർന്നൊരു 10 മിനിറ്റ് കിടക്കുക. ഈ കഴുത്തിന് മുകളിലേക്കുള്ള ENT, കണ്ണ്, മൂക്ക്, ചെവി, പിന്നെ തലയൊട്ടിയുടെ ഇവിടെയൊക്കെ ഉണ്ടാവണം എന്താണ് തലവേദന, കഫക്കെട്ട്, സൈനസൈറ്റിസ് പോലെയുള്ള അസുഖങ്ങളുണ്ടല്ലോ, കംപ്ലീറ്റ് ആയിട്ട് മാറും. പക്ഷെ ആദ്യത്തെ 2-3 ദിവസം ഭയങ്കര ഇറിറ്റേഷനായിരിക്കും, നല്ലോണം കഫമൊക്കെ പോകും. അത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ആ ഏരിയ ഒക്കെ തുറന്നു വരിക. നമ്മുടെ അവിടെയൊക്കെ നെർവ്സ് കൂടുതലുണ്ട്, അതിനൊക്കെ ഒരു ഇൻസുലേഷൻ ഇതൊക്കെ നന്നായിട്ട് കിട്ടും. ഏറ്റവും നല്ല സംഗതിയാണ് നെയ്യ്. അതിന് പഞ്ചഗവ്യമൊക്കെ ചേർത്ത് വെയിലത്ത് വെച്ചിട്ട് സിദ്ധ സമ്പ്രദായത്തിൽ ഉണ്ട്. ഞാൻ പറഞ്ഞ വെറും കുഞ്ഞൻ പശുവിൻ്റെ നെയ്യ് എടുത്തിട്ട് നിങ്ങൾ ദിവസം ഒരു 3 തുള്ളിയെങ്കിലും മൂക്കിൽ 2 മൂക്കിലും 3 തുള്ളി ഒഴിച്ച് 10 മിനിറ്റ് കിടന്നാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾക്ക് ആശ്വാസം കിട്ടും. അപ്പം ഞങ്ങൾക്കൊരു സംശയമുണ്ട് ചേട്ടാ, ഈ നാടൻ പശുവിൻ്റെ വയസ്സ് എങ്ങനെ നമുക്കറിയാൻ പറ്റണം? നാടൻ പശുവിൻ്റെയും പിന്നെ സങ്കരയിനം പശുവിൻ്റെയൊക്കെ വയസ്സ് അറിയണ ഒരേ മെത്തേഡൊക്കെ തന്നെയുള്ള. അതിൻ്റെ പല്ലിൻ്റെ എണ്ണം നോക്കുക. പാൽപ്പല്ല് കൊഴിഞ്ഞു പോയിട്ട് ഒരു 10-18 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും അടിയിലെ പല്ല് വരും. പിന്നെ തപ്പിക്കഴിഞ്ഞ 2 പല്ല്, അതിന് 4 പല്ല്, അങ്ങനെയൊക്കെ ഉള്ള അതേ മെത്തേഡ് തന്നെയാണ് ഈ ഇതിനുള്ള. ഇപ്പം ഇത് 7 വയസ്സായി, ഇത്രയും പല്ലുണ്ട്. ഇപ്പോൾ എത്ര 7-8 പല്ലുണ്ടാവും. പിന്നെ കൊമ്പിൻ്റെ വളയം, ഈ ഓരോ പ്രസവം കഴിയുമ്പോഴും കൊമ്പിൽ വളയം വീഴും. ഇതുപോലത്തെ ഒരു വളയം ഉണ്ടാവും. ഇതിപ്പോൾ ആദ്യത്തെ പ്രസവത്തിൻ്റെ വളയാണ്. അതിൻ്റെ മുടിയുടെ താഴേക്ക് നോക്കി 2ാമത്തെ ഉണ്ടാവും, 3ാമത്തെ ആവണുള്ളൂ. വളർന്നു വരുമ്പോൾ 4ാമത്തെ പ്രസവം കഴിയുമ്പോൾ 3ാമത്തെ ആ വളയം മുകളിലേക്ക് വന്നിട്ടുണ്ടാവും. അങ്ങനെ പ്രസവത്തിൻ്റെ അളവ് നമുക്ക് കൊമ്പിൻ്റെ വളയം നോക്കി അറിയാം. പക്ഷെ ചിലപ്പോൾ കൊമ്പില്ലാത്തതാണെന്നുണ്ടെങ്കിൽ പല്ല് നോക്കിയാലും പ്രസവം അറിയാൻ പറ്റില്ല, പ്രായം അറിയാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ പ്രായത്തിൻ്റെ ഒരു ഇത്. പിന്നെ പല്ലിൻ്റെ ഇളക്കം കൂടുതലൊരു 12 വയസ്സൊക്കെ ആകുമ്പോൾ ചെറുതായിട്ട് ഇളക്കം ഉണ്ടാകും പല്ലിന്. അപ്പോൾ ആ എത്ര പല്ലുകൾ ഇളകുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് നമുക്കൊരു ധാരണയൊക്കെ കിട്ടും. 12-18 ആരും നോക്കലില്ലല്ലോ. കാരണം ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും പശുവിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് അറിഞ്ഞൂടാ. എങ്കിലും നാടൻ പശുവിന് പൊതുവിൽ 20-25 വയസ്സ് വരെയൊക്കെ നിൽക്കും. 12-18 വയസ്സ് തവണയൊക്കെ പ്രസവിച്ചേക്കണ പശുക്കളൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുമുണ്ട്.
ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ 11 തവണ പ്രസവിച്ച പശു ഉണ്ടായിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ വർഷമാണ് അതിനെ കൊടുത്തത്. അപ്പോൾ തുടക്കക്കാരെ ഒരു നാടൻ പശുവിനെ വാങ്ങുമ്പോൾ എത്രാമത്തെ പ്രസവമുള്ള പശുവിനെ നമ്മൾ വാങ്ങണം? ശരിക്കും നാടനായാലും ഏത് പശു ആയാലും നമ്മൾ കുട്ടിയെ ഉൽപ്പാദിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ആഹാരശൈലി, കാലാവസ്ഥ ഇതെല്ലാം രൂപപ്പെട്ടു വരും. പിന്നെ അതിന് കറവ അങ്ങനെയുള്ളതൊക്കെ വളരെ ഈസി ആയിരിക്കും. നമ്മുടേതായ ഒരു ശൈലിയിലായിരിക്കും അത് വളർന്നു തന്നെ. പുറത്തുനിന്ന് നമ്മൾ മേടിച്ച് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഇനി പുറത്തുനിന്ന് അങ്ങനെ മേടിക്കുകയാണെങ്കിൽ തന്നെ ഒരു 3ാമത്തെ പ്രസവം ഉള്ള പശുവിനെ മേടിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് മുതൽ അതിൻ്റെ ഉൽപ്പാദനം തുടങ്ങുക കൂടുതൽ 3, 4, 5, 6, 7 നല്ല ഉൽപ്പാദനം കിട്ടും. ഒരു പശു ഇരുത്തം വന്ന പശുവായിട്ടുണ്ടാവും. 1ാമത്തെ പ്രസവത്തിലൊക്കെ പശു ആവണുള്ളൂ. അത് കിടാരിയിൽ നിന്ന് പശുവിലേക്ക് മാറണുള്ളൂ. അതിന് ജനിതകമായ മാറ്റങ്ങൾ വരാനുണ്ട്. അതിൻ്റെ അകിടൊക്കെ രൂപപ്പെട്ട് അതിൻ്റെ ഈ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സെല്ലുകളൊക്കെ 2ാമത്തേലാവുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ടുണ്ടാവും. പിന്നെ ആദ്യത്തേനാവുമ്പോൾ അതിന് കറവയൊക്കെ നമ്മൾ ശരിക്ക് പ്രോപ്പറായിട്ട് ആ കൊച്ചായിരിക്കുമ്പോൾ പോലെ കൈകാര്യം ചെയ്തവർക്ക് ചെയ്യണ പോലെ മേടിക്കണവർക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അവർ രണ്ടുപേരും ട്യൂണിങ് ശരിയായിട്ടുണ്ടാവില്ല. പിന്നെ മിനിമം ഒരു 10 സെൻറ്റ് സ്ഥലം വേണം ഒരു പശുവിനെ മേയ്ക്കൊണ്ടാവുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലില്ലെങ്കിൽ വല്ല റോഡ് സൈഡിലാണെങ്കിൽ എവിടെയാണെങ്കിലും പുല്ല് വേണം. ഈ സൂപ്പർ നേപ്പിയറൊക്കെ പോലുള്ള പുല്ല് നട്ട് പലതരം പുല്ലുകൾ ആണ് വേണ്ടത്. തഴുതാമ അങ്ങനെയൊക്കെയുള്ള പല സാധനങ്ങളും വേണം. അപ്പോൾ അതൊന്നും കിട്ടിയില്ലെങ്കിലും പുല്ല് നട്ടുപിടിപ്പിക്കണം. ഒരു 10 സെൻറ്റ് സ്ഥലത്ത് പുല്ല് വേണം. പിന്നെ പശുവിനെ അഴിച്ച് വെയിലൊക്കെ കൊള്ളാനും മഴ കൊള്ളാനും വെയിൽ കൊള്ളാനും അതിന് സാഹചര്യം ഒരുക്കണം. മഴ വരുമ്പോൾ തന്നെ മാറ്റി ഒഴിച്ചിട്ട് നമ്മൾ മനുഷ്യൻ മഴ നനയണതിൻ്റെ ഒരു ഫീലാണെന്നല്ല പശുവിൻ്റെ മഴ നന. പശുവിനെ സുഖമാണ്. പിന്നെ സാമാന്യമായി ഇപ്പോൾ കേരളത്തിൽ അടുത്തടുത്ത് വീടുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു 10% ആളുകൾക്കെങ്കിലും ഒരു പശുവിനെയൊക്കെ വളർത്താൻ പറ്റും. എല്ലാവരും ഈ പാക്കറ്റ് പാൽ മേടിച്ച് കുടിക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. അത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊടുക്കാതെ ഇരിക്കാൻ, നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ പശുവിനെയും വളർത്താൻ കുറച്ച് പച്ചക്കറി ഉണ്ടാക്കാം. അതൊരു നല്ല സംഗതി. അപ്പോൾ അതിന് ചെറിയ പശുവാണ് സൗകര്യം. നമുക്ക് വലിയ പശുവിനെ മേടിച്ച് നാട്ടുകാരെ പാൽ കുടിപ്പിക്കേണ്ട. ചെറിയ പശുവാകുമ്പോൾ 1.5-2 ലിറ്റർ പാൽ തരും. നമുക്കതിനെ കുടിപ്പിക്കാം. നമ്മുടെ കുട്ടികൾക്കാണെങ്കിൽ ആ പശുവിനെയൊക്കെ കളിപ്പിക്കാനും ആ ഒരു നാച്ചുറൽ ലൈഫിൻ്റെ ഫീലൊക്കെ അവർക്ക് ചെറുപ്പം മുതൽ കൊടുത്താൽ അവരും വലുതാകുമ്പോൾ ഒരു ഇതായിട്ട് നിൽക്കാം. അല്ലെങ്കിൽ കർഷകർ അങ്ങോട്ട് ഒരു അപൂർവ ഇനമായിട്ട് പോകും. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സുരേഷ് ചേട്ടൻ്റെ നാടൻ പശു വളർത്തലാണ്. അപ്പോൾ ഇതോടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.